Z ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതാ മോഡല്? 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2,25,000 കിലോമീറ്റർ ജെനുവിൻ പ്രോപ്പർ സർവീസുള്ള വണ്ടി. മഹീന്ദ്രയുടെ ജീപ്പാണ്. 3 ജീപ്പുകൾ അങ്ങനെ തന്നെ പറയാം. ഇത് 4x4 ആണ്. ഇത് 4x4. അറ്റത്ത് നിൽക്കുന്നത് 4x4 ആണ്. ഇത് 4x2 ആണ്. 4x2 ആണ് സെന്ററിൽ നിൽക്കുന്നത്. അപ്പുറത്തൊരു ഫോർച്യൂണർ എടുക്കുമ്പോ ഇപ്പുറത്തൊരു എൻഡവർ വേണ്ടേ? ഒരു രാജാവ് കൂടി വേണ്ടേ? നിർബന്ധമാണ്. ആ സാധനം ഇവിടെ ഉണ്ട്. ഏതാ മോഡല്? 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 93,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ ഉള്ളത് തന്നെ പറയും, ഇല്ലെങ്കിൽ അതില്ല എന്ന് തന്നെ പറയും. മറ്റേ രണ്ടിന്റെ ജെനുവിൻ അല്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ ഇതൊക്കെ ഏതാണ്ട് 95% ലോൺ കിട്ടും. ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ലോൺ കിട്ടും അല്ലേ മാക്സിമം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഏറെ നാളുകൾക്ക് ശേഷം ഷിഹാബ് ഖാൻ എത്തിയിരിക്കുകയാണ്. ഇതാ റോബോട്ടിക് കാസ്, നമ്മൾ പുറകിൽ കാണില്ലേ റോബോട്ടിക് കാസ്. മലപ്പുറം ചീനിക്കലാണ് ലൊക്കേഷൻ വരുന്നത്. അതായത് കോഴിക്കോട് പാലക്കാട് റൂട്ടില് വള്ളുവമ്പ്രം കഴിഞ്ഞിട്ട് മലപ്പുറത്തേക്ക് പോകുമ്പോ അത്താണിക്കൽ ചീനിക്കലാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു 6 മാസത്തിന് മേലെ ഇപ്പൊ ഒരു 6 മാസത്തിനടുത്തായി നമ്മള് കാണാൻ കിട്ടത്തില്ല. ഡൽഹി തന്നെയാ, ഫുള്ള് ഡൽഹിയിലായിരുന്നു പർച്ചേസിംഗിലും. പിന്നെ അവിടെ ഓരോ പരിപാടിയുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്കൊക്കെ ആയിട്ട് അവിടെ തന്നെ നേരിട്ട് എടുത്തു കൊടുക്കലുണ്ട്. പിന്നെ നേരിട്ട് എടുത്തു കൊടുക്കുന്ന പരിപാടി നമ്മുടെ ആദ്യമുള്ള എപ്പോഴും ഉണ്ട്. നേരിട്ട് വേണം അങ്ങനെ ചെയ്ത് തരാം. അതായത് ലോണൊന്നും ആവശ്യമില്ലാത്തവർക്ക് ഡയറക്റ്റ് എമൗണ്ട് കൊടുത്ത് എടുക്കാൻ പറ്റുന്നവർക്ക് അവിടുന്ന് നേരിട്ട് എടുത്തു തരും. പിന്നെ നമ്മള് എല്ലായ്പ്പോഴും ഓഫർ വണ്ടികൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഉണ്ടോ? നമ്മൾ ഓണം ഒക്കെപ്പാടെ വരില്ലേ, അപ്പൊ എന്തായാലും നമുക്ക് ഓഫർ ഇടണല്ലോ. അപ്പൊ നിർബന്ധമായിട്ടും നമ്മളിപ്പോ ഇന്ന് കാണിക്കണ വണ്ടികളൊക്കെ ഏറ്റവും വില കുറച്ചിട്ട് നല്ല വണ്ടികൾ കൊടുക്കുക. അതായത് നമ്മളെ സ്പെഷ്യൽ റേറ്റ് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ അങ്ങനത്തെ വണ്ടികളുണ്ട്. പിന്നെ അങ്ങനത്തെ വണ്ടികൾ എന്ന് വെച്ചാല് റീഫർബ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ചെയ്താൽ കൂടെ നിങ്ങൾക്ക് എടുത്താൽ ലാഭമായിരിക്കും. പിന്നെ 3 ജീപ്പുകൾ, അതാണ് മെയിൻ ഹൈലൈറ്റ്. ജീപ്പുകളുണ്ട് 3 ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ബാക്കി വണ്ടിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5 വർഷത്തിന്റെ മേലായിട്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് ഷിഹാബ് ഖാൻ. ഓക്കെ, അപ്പോ എന്താ പറയാ, ബാക്കി ആർക്ക് വേണമെങ്കിലും ആരെ കൊണ്ടുവന്നാണ് ചെക്ക് ചെയ്യാം. ആർക്കും എവിടെയും കൊണ്ട് ചെക്ക് ചെയ്യാം. കമ്പനിയിൽ പോയി ടയോട്ടയിൽ പോയി ചെക്ക് ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും എടുത്ത് റെഡിയാണ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇന്നോവകളുണ്ട്, ക്രിസ്റ്റകളുണ്ട്, ഫോർച്യൂണറുകളുണ്ട്, ജീപ്പും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യ വാഹനം ഇന്നോവ ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് ആണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതാ മോഡല്? 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 2,25,000 കിലോമീറ്റർ ജെനുവിൻ പ്രോപ്പർ സർവീസുള്ള വണ്ടി. ഓക്കെ, ഇവിടെ ജെനുവിൻ വണ്ടികളും അല്ലാത്ത വണ്ടികളും നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇത് പ്രോപ്പർ സർവീസ് ഉണ്ട്. 2020-2016 Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. അവിടെ സിംഗിൾ ഓണർഷിപ്പ്. എങ്ങോട്ടും നമ്മൾ NOC എടുത്തില്ല. എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടിയാണ്. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ഓക്കെ, പ്രൈവറ്റ് വണ്ടി തന്നെ. അതായത് ഇവര് റീഫർബ് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് സ്ക്രാച്ചസ് വർക്ക് ഒന്നും എടുത്തില്ല. വന്ന ആസിറ്റീസ് കണ്ടീഷനിലാണ് പോകേണ്ടത്. ഇതൊക്കെയാണ് ഓഫർ വണ്ടികൾ തന്നെ കാണിക്കുകയാണ്. ഓക്കെ, അപ്പൊ 16 Z ഓട്ടോമാറ്റിക് നമുക്ക് എത്ര? ഇന്ന് മാർക്കറ്റിൽ പൊതുവെ എല്ലായിടത്തും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇന്ന് Z ഓട്ടോമാറ്റിക് 16-16.5 ലക്ഷം രൂപ കേരള രജിസ്ട്രേഷൻ ആയി കൊടുക്കുന്ന വണ്ടിയാണ്. 2 ലക്ഷം രൂപയാണ് ടാക്സ് എടുക്കാൻ വരുന്നത്. 2 ലക്ഷം. നമ്മൾ ഇന്ന് നമ്മള് ഓണം ഓഫർ ആയിട്ട് നമ്മൾ പൊട്ടിച്ചു കൊടുക്കാൻ പോവാണ്. എത്രയാ? 12.5 ലക്ഷം രൂപ കൊടുക്കാൻ. 12.5 ലക്ഷത്തിന് NOC പ്രൈസ് ആണ്. മാറണമെങ്കിൽ 2 ലക്ഷം കൂടിയ 14.5 ലക്ഷം ആവുന്നുള്ളൂ. ഓക്കെ, അതെ. അപ്പൊ താല്പര്യം ഉണ്ടോ നോക്കിയോ. 220 ഓടിയിട്ടുണ്ട് കിലോമീറ്റർ. പിന്നെ ടൊയോട്ട വണ്ടികൾ എടുക്കുന്ന ഒരു പേരും എടുക്കണ്ട. കറക്റ്റ് സർവീസുള്ള വണ്ടി കിലോമീറ്റർ ഓടിക്കോട്ടെ, വണ്ടി ധൈര്യമായിട്ട് എടുത്തോളി. വേറെ മെക്കാനിക്കൽ ഒരു പരിപാടിയില്ല. 100% ഒന്നുമില്ലല്ലോ, എല്ലാം ഗ്യാരണ്ടി. അപ്പൊ നിങ്ങളൊരു ടച്ചപ്പ് ചെയ്യാനുണ്ടാവും. അതിന് എത്രയാവും കോസ്റ്റ്? ഇത് ടച്ചപ്പ് ചെയ്യണേ മാക്സിമം ഒരു 25,000 ഉണ്ടെങ്കിൽ അടിപൊളിയാക്കി എടുക്കാം. അടിപൊളിയാക്കി അത് നമ്മൾ ചെയ്ത് കൊടുക്കും കസ്റ്റമർക്ക്. ഓക്കെ, അത് അഡീഷണൽ കോസ്റ്റ് വരും. അതിന് വർക്ക് എടുക്കാനുള്ള അഡീഷണൽ കോസ്റ്റ് മാത്രം വരും. പറഞ്ഞത് NOC ഈ കണ്ടീഷനിലാണ്. NOC പ്രൈസ് 12.5 ലക്ഷം. മാറണമെങ്കിൽ 2 ലക്ഷം കൂടി കൂട്ടിയ 14 ലക്ഷം. Z ഓട്ടോമാറ്റിക് 16. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും Z ഓട്ടോമാറ്റിക് സെയിം കളർ ക്രിസ്റ്റ തന്നെ, UP രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഏതാ മോഡല്? 2019 മോഡലാണ്. Z ഓട്ടോമാറ്റിക്. 19 Z ആയി. നേരത്തെ 16 ആണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. 1,80,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സോറി, 210. ഓക്കെ, സോറി, കാര്യമൊന്നുമില്ല. ഒരു ക്ലെയിമില്ല. ക്ലെയിമുള്ള വണ്ടി നമ്മൾ ഒരു നിലക്കം എടുത്തോക്കൂല. അല്ല, അതല്ല, ചെറിയ ഗ്ലാസ് ഒക്കെ മാറല്ലോ. ഇല്ല, ഒരു റീപ്ലേസും ഇല്ല. ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക്. ഒരു റീപ്ലേസും ഇല്ല. 19 Z ഓട്ടോമാറ്റിക് 210 ഓടിക്കുന്ന വാഹനമാണ്. ഫുൾ സർവീസ് ഉണ്ട്.
ഫുൾ സർവീസ് 2026 വരെ സർവീസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ NOC-ല് ഇത് നമുക്ക് NOC-ല് നമുക്കൊരു ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 16,05,000 രൂപ കൊടുക്കാം. 16,500. ഇത് മാറാൻ എത്ര വേണ്ടി വരും? ഇത് മാറണമെങ്കിൽ 265 270 വരുന്നുണ്ട്. 2.5 ലക്ഷത്തിനുള്ളിൽ, സോറി 2.5 ലക്ഷം രൂപന്റെ ആ റേഞ്ചിലാണ് വരുന്നത്. 2.5 ലക്ഷം. അപ്പൊ 18 19 അല്ല വില വണ്ടിയുടെ പ്രൈസ് പറഞ്ഞ് 16,05,000 രൂപ. 16,500. ഓക്കെ. അപ്പൊ മാറി വരണമെങ്കിൽ 18.25 അല്ല 18.5 ആ റേഞ്ചിൽ നമ്മൾ 18 എന്ന് പറയുമ്പോൾ 18ന്റെ റേറ്റ് ആണ്. 18 സെറ്റ് ഓട്ടോമാറ്റിക് ഒന്നും മാർക്കില്ല. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാവേ, ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റിൽ ഭയങ്കര ഷോർട്ടുള്ള ഒരു വണ്ടിയാണ് സെറ്റ് ഓട്ടോമാറ്റിക്. നല്ല വണ്ടി കിട്ടാനില്ല. ഉണ്ട്, ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വണ്ടികളല്ലാതെ നല്ല വണ്ടികൾ കിട്ടാൻ വളരെ ചുരുക്കം. കിട്ടും. കംപ്ലൈന്റ് ഉള്ളിടത്തോളം വില കുറയും. ആക്സിഡന്റും കാര്യങ്ങളും ഹിസ്റ്ററി ഉണ്ടാകുമ്പോൾ വില കുറയും. ഇതെവിടെ NOC എടുത്തില്ല? എങ്ങോട്ട് NOC എടുത്തില്ല, എങ്ങോട്ട് വേണമെങ്കിൽ NOC ആക്കി തരും കേട്ടോ. 16,500 2019 സെറ്റ് ഓട്ടോമാറ്റിക് NOC പ്രൈസ് ആണ്. മാറിന ഒരു 2.5 കാണ്ടി വരും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് വൈറ്റ് ക്രിസ്റ്റയാണ്. ഇതേതാ മോഡല്? 2021 22 രജിസ്റ്റർ. 90,000 കിലോമീറ്റർ, 97,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടി. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. ഇതും നമ്മളൊരു മെഗാ ഓഫറിൽ കൊടുക്കും. ഏതാ? സെറ്റ് ഓട്ടോമാറ്റിക്. സെറ്റ് ഓട്ടോ. സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് സെറ്റ് ഓട്ടോമാറ്റിക് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 2021 രജിസ്ട്രേഷൻ വണ്ടി. കിലോമീറ്റർ പറഞ്ഞോ? 97,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല, ക്വാളിറ്റി വണ്ടി. അതെ, ഇത് അത്യാവശ്യം കുറവാട്ടോ. ടച്ചപ്പ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യേണ്ട കേസുകളേ ഉള്ളൂ. അതെ. പ്രൈസ് എങ്ങനെയാ ഇത്? നമുക്കിത് 18,75,000 രൂപക്ക് നമുക്ക് NOC-ൽ കൊടുക്കാം. 18.25 NOC. ഇത് ഡൽഹിയിൽ പോലും ചെക്ക് ചെയ്ത് കേട്ടോ ഈ പ്രൈസിന്റെ എന്താണ് മാറ്റങ്ങൾ എന്ന് ജനങ്ങൾക്ക് കണ്ടാൽ അറിയാം. 18.25 ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 4 ലക്ഷം രൂപ ടാക്സ് വരും. 4 ലക്ഷം രൂപ. അപ്പൊ 22.25 മാറി വരണമെങ്കിൽ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. 21 മോഡൽ 22 രജിസ്ട്രേഷൻ. സോറി, 21 മോഡൽ 22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 20 മോഡൽ എന്ന് പറഞ്ഞത്. സോറി. അപ്പൊ താല്പര്യം എന്തായാലും നോക്കിക്കോ. മാറി കഴിഞ്ഞാൽ ലോണും കാര്യമൊക്കെ കിട്ടും. അല്ലല്ല, ഇതൊക്കെ നമുക്ക് NOC-ൽ വെച്ച് തന്നെ ലോൺ ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിക്കും ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടി NOC എടുക്കുന്ന ഏത് വണ്ടിക്കും പോയാൽ അഡ്രസ്സിന്റെ പേപ്പർ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ പേരിൽ NOC എടുക്കുന്ന വണ്ടി ആവുമ്പോൾ നിങ്ങളുടെ ട്രാക്ക് ഓക്കെയാണ്, അത് മാക്സിമം കിട്ടും. ഇതിൽ കുറച്ച് ടച്ചപ്പ് ഉള്ളൂ, അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അടുത്തതാ വീണ്ടും മൈൻഡ്രയുടെ തന്നെ ക്രിസ്റ്റ. ഇതെന്താ ബമ്പറൊക്കെ ഒന്ന് മാറ്റിക്കണ്ടല്ലോ. അഡീഷണൽ സ്കേർട്ടിംഗ് അല്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് നമ്മൾ ഇതുവരെ നമ്മൾ സെറ്റ് കാണിച്ചില്ലേ, ഇതൊരു V വേരിയന്റിൽ വരുന്ന വണ്ടി. മാനുവലോ ഓട്ടോമാറ്റിക്കോ? മാനുവൽ V മാനുവൽ ആണ്. V മാനുവലിനാണല്ലോ വരിക. അപ്പം V മാനുവലിൽ വരുന്ന വണ്ടിയാണ്. 2017 മോഡൽ വണ്ടിയാണ്. പറഞ്ഞ പോലെ തന്നെ നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടിക്ക് മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള 100% നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. 1,14,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 14 ജെനുവിൻ, ഒരു അംശം. ഇത് റിമൂവ് ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് 2 വോൾട്ടേജ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിനൊന്നും വർക്ക് എടുക്കാന്നില്ല, മാത്രമായിട്ട് എടുത്താൽ മതി. ചെറിയ ടച്ചിങ്ങോ കാര്യങ്ങളോ. അപ്പോ 17 മോഡൽ V മാനുവൽ ആണ്. എങ്ങനെയാ പ്രൈസ്? എങ്ങനെയാ? നമുക്ക് ഈ വണ്ടി 12,65,000 രൂപ കൊടുക്കാം. NOC-ൽ മാറണമെങ്കിൽ ഇതിനൊരു 1,40 റേഞ്ചിൽ വരും. 1,40. ഓക്കെ. അപ്പോ 13-14 ലക്ഷം ഏകദേശം. 14 ലക്ഷം. കാരണം 2017 ഇപ്പോൾ ഇവിടെ 14.5 15 ലക്ഷം രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ പോലും സെയിൽ ചെയ്യുന്ന ആ റേറ്റ് നമ്മൾ ഓണം ഓഫറിൽ അടിച്ച് കയറ്റി വിടാണ് പരിപാടി. അപ്പൊ ഇത്രയാണ് മെയിൻ ഓഫർ വണ്ടി. അതെ, ഇനിയുണ്ട് ഒരുപാട് സാധനം വരാണ്ട്. ഇതൊക്കെ റീഫോർമ് ചെയ്യേണ്ട വണ്ടികളാണ്. ഇവര് തന്നെ നമ്മൾ തന്നെ ചെയ്തു തരും. ഈ വണ്ടി ഒരു 10,000 രൂപേന്റെ വർക്ക് കൂടി ഇല്ല. താല്പര്യം നോക്കിക്കോ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രിസ്റ്റ. ഇതേതാ മോഡല്? 2018 മോഡലാണ് G4. 18 G4. ഓക്കെ. നമ്മൾ എങ്ങോട്ട് NOC എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇപ്പൊ കണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഒക്കെ അങ്ങനെ തന്നെ. പറയാം, നമ്മൾ എങ്ങോട്ട് NOC എടുത്തിട്ടില്ല. അപ്പൊ കസ്റ്റമർക്ക് പലയിടത്തും വണ്ടി വരുമല്ലോ. നമ്മള് കോഴിക്കോടാക്കണെങ്കിൽ കോഴിക്കോട് വേണം. അങ്ങനെ NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടി. NOC എടുത്ത വണ്ടികളും ഉണ്ട് ഇതിലിപ്പോ ടച്ചപ്പ് ഒന്നുമില്ല. റീഫോർമ് ചെയ്ത വണ്ടി. എല്ലാ പരിപാടിയും ഒന്നും ചെയ്യാല്ല. പോളിഷ് മാത്രമേ ചെയ്യാനുള്ളൂ. വേറെ എല്ലാ പരിപാടിയും ചെയ്തു. കിലോമീറ്റർ ഓണർഷിപ്പോ ഫസ്റ്റ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഇതിൽ കാണിക്കുന്ന 1,65. അതായത് എന്തായാലും മാറ്റം ഉണ്ടാവും. G4 മാനുവൽ. അതെ. അപ്പോ കിലോമീറ്റർ ഉറപ്പിക്കുന്നില്ല. ബാക്കി മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസ് ഒന്നും ഇല്ല. 100% നമുക്ക് ഗ്യാരണ്ടി. പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്കൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. 11,60,000 രൂപ കൊടുക്കാം. 11,60,000 NOC പ്രൈസ്. മാറണമെങ്കിൽ ഒരു 1 ലക്ഷം 1,15 ലക്ഷം. ഓക്കെ. മാറണമെങ്കിൽ ഓക്കെ.
അപ്പോൾ നോക്കിക്കോ, മാനുവൽ ആണ്, 18 മോഡൽ. അതെ. ചെറിയൊരു പൈസക്ക് ഒരു ക്രിസ്റ്റ എടുക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതും നമ്മൾ സെയിം വണ്ടി തന്നെയാണ് കാണാൻ പോകുന്നത്. നേരത്തെ കണ്ട G4 മാനുവൽ 2018 വണ്ടി തന്നെയാണ്. 18 വണ്ടിയാണ്. ഓക്കെ. ബാക്കി ഓട്ടം സെയിം. ഇതും കിലോമീറ്റർ നമുക്ക് ജെനുവിൻ പറയാൻ പറ്റില്ല. 167 168 കാണിക്കുന്നത്, പക്ഷെ ജെനുവിൻ അല്ല അത്. കിലോമീറ്റർ നിങ്ങൾക്ക് ഇതിന്റെ മുന്നേ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാങ്കിൽ അന്വേഷിച്ചാൽ ഏകദേശം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. പിന്നെ കമ്പനിയിൽ ഒന്ന് നോക്കുക, അങ്ങനെ ചെക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓക്കെ. വണ്ടി ഇപ്പോൾ ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കുകളും കഴിഞ്ഞു. നേരത്തെ കണ്ടത് പിന്നെ വർക്ക് എടുക്കാനുള്ള വണ്ടികളാണ്. അതെ. അപ്പോ ബാക്കി ഓണർഷിപ്പ് സിംഗിൾ തന്നെ. സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ എങ്ങോട്ട് NOC എടുത്തിട്ടില്ല, എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് സെയിമാ? സെയിം പ്രൈസ് 14,60. ഓക്കെ. മാറണേ 1.4. അടുത്ത ക്രിസ്റ്റ, ഇതും ന്യൂ ടൈപ്പിലേക്ക് മാറ്റിയാണ് അല്ലേ? ഏതാ മോഡല്? 2019 G4 പ്ലസിൽ വരുന്ന വണ്ടി. G4 പ്ലസ് 19 മോഡലായി. ഓക്കെ. പിന്നെ മാനുവൽ തന്നെ അല്ലേ? മാനുവൽ തന്നെ വരുന്നത്. പിന്നെ ഓട്ടം കാണിക്കുന്നത് 1,67,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. ഓക്കെ. ഞങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സോറി, ജെനുവിൻ ആണ് അത്. ഉള്ളത് തന്നെ പറയും, ഇല്ലെങ്കിൽ അതില്ല എന്ന് തന്നെ പറയും. മറ്റേ രണ്ടിന്റെ ജെനുവിൻ അല്ല. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ ഇതൊക്കെ ഏതാണ്ട് 95% ലോൺ കിട്ടും. ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ലോൺ കിട്ടും അല്ലേ മാക്സിമം? ഇപ്പൊ കണ്ട 3 വണ്ടികളല്ലേ? ഇതൊക്കെ എങ്ങോട്ട് NOC എടുത്തില്ല, എവിടേക്ക് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കുക, ആർക്ക് വേണമെങ്കിലും അവിടെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോ ജെനുവിൻ ഓട്ടം പോയ ഒരു അടിപൊളി വണ്ടിയാണ്. ഇതും റീഫർബ് കാര്യമൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. വണ്ടിയിൽ മാത്രമേ റീഫർബ് ഉള്ളൂ, ആ 4 വണ്ടിയിൽ. ബാക്കി എല്ലാം ഇപ്പൊ കാണിക്കുന്ന നല്ല നീറ്റ് വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയത്? നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം. ഇതൊരു 12,75,000 രൂപക്ക് നമുക്ക് NOC കൊടുക്കാം. NOC മാറണമെങ്കിൽ എത്രയോ? മാറണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപന്റെ ഉള്ളിൽ വരും. അതായത് ഒരു റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത വണ്ടി. അതിൽ നമ്മൾ 100% ഗ്യാരണ്ടി കേട്ടാ. വണ്ടി ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും. റീപ്ലേസ്മെന്റ് ഉണ്ടാവും, ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കില്ല. ഇങ്ങനത്തെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇതിലും വില കുറവിൽ കിട്ടും. അന്വേഷിക്കാം. ഓക്കെ. ഒരു ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതെ. അതും കിലോമീറ്റർ അത്ര ഉറപ്പിച്ച് പറയുന്നത്. ഇത്ര നേരം UP കാറല്ല കണ്ടേ, ഇനി ഒരു ഗുജറാത്ത് വണ്ടി. 2016 G4 ഓട്ടോമാറ്റിക്കലി വരുന്ന സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. വണ്ടി ഓൾറെഡി നമ്മൾ പിന്നെ NOC ഇങ്ങോട്ട് എടുത്തിട്ടുള്ള വണ്ടിയാണ്. എവിടേക്ക്? കേരളത്തിലൂടെ മലപ്പുറത്തേക്ക്. കേരളത്തിലേക്ക് മലപ്പുറത്തേക്ക് NOC 16 G4 ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 1,70,000 ജെനുവിൻ ആണ്. അതെ. ഓക്കെ. അവിടെ സിംഗിൾ ഓണർഷിപ്പ്, അവിടെ സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഇവിടുത്തെ ഓണർഷിപ്പിൽ നമ്മൾ അമ്പ്രാവാ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല? ഒരു ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? നമുക്കിതൊരു ഓഫർ പ്രൈസ് ആണ്. ഓണം ഓഫർ എന്തായാലും നമ്മൾ ഓഫർ കൊടുക്കണമല്ലോ. ആ ഒരു ഓഫർ റേറ്റിൽ നമുക്ക് ഒരു 13.5 ലക്ഷം രൂപയ്ക്ക് കേരള രജിസ്ട്രേഷൻ ആയിട്ട് കൊടുക്കാം. നമുക്ക് കേരള നമ്പർ ആക്കിയിട്ട് 13,50,000 രൂപയ്ക്ക് 2016 G4 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കേരള നമ്പർ ആക്കിയിട്ട് കേട്ടോ. 13 ലക്ഷത്തിന് ഒരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ തപ്പുന്നവർക്ക് നല്ലൊരു അടിപൊളി സിൽവർ ലോൺ കയറൂലേ? ഇതിലൊക്കെ 12.5 ലക്ഷം 13 ലക്ഷം രൂപയുടെ ലോണും കയറും. ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വണ്ടീനെ മാർക്കറ്റ് കയറുന്നതാണ് പറഞ്ഞത്. അടുത്ത ക്രിസ്റ്റ, ഇത് വേറെ കളറാണ്. ഓരോന്ന് കളറുണ്ട്. ഗോൾഡ് കളറ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. G4 തന്നെയാണ്. G4 ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 17 G4 ഓട്ടോമാറ്റിക്. നമ്മൾ NOC എങ്ങോട്ട് എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒറ്റ വണ്ടി ഇപ്പൊ NOC എടുത്തുള്ളൂ, നേരത്തെ കണ്ടത്. അതെ. എവിടെ വേണമെങ്കിൽ NOC എടുത്താലും 17 G4 ഓട്ടോമാറ്റിക്. ഓട്ടം ഓണർഷിപ്പ് 2,10,000 കിലോമീറ്റർ ജെനുവിൻ 10-10 സർവീസ് 2026 വരെ. ഓക്കെ. ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നു. ഓക്കെ. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. പ്രൈസ് എങ്ങനെയാ? 13.25 ലക്ഷം രൂപ കൊടുക്കാം. 13 ലക്ഷത്തി എങ്ങനെ? NOC 13,25,000 രൂപയ്ക്ക് NOC പ്രൈസ്. ഇത് മാറണമെങ്കിൽ എത്ര? ഇത് മാറണമെങ്കിൽ 1.30 ആ റേഞ്ചിൽ ഏകദേശം. ഓക്കെ. നേരത്തെ കേരള നമ്പർ ആക്കിയിട്ടാണ് ആ വില പറഞ്ഞത്. അതെ. അത് ഓഫർ. അടുത്ത ക്രിസ്റ്റയാണ് വൈൻ റെഡ് തന്നെ. ഏതാ മോഡല്? 2018 മോഡൽ G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് 18. ഓക്കെ. പല വർഷം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് മാറിയിട്ടുള്ള. കിലോമീറ്റർ 1,90,000 കിലോമീറ്റർ ജനുവിനാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെ. സിംഗിൾ ഓണർഷിപ്പിലാണ്. ഓൾറെഡി NOC നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. കേരളത്തിലോട്ട്. വേറെ ക്ലെയിം ഒന്നുമില്ല? ഒരു ക്ലെയിം ഇല്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഗ്ലാസ് മാത്രമേ മാറിയുള്ളൂ. സോറി, മെയിൻ ഗ്ലാസ് അല്ല, ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ. ഫുൾ ചെക്ക് ചെയ്താണ്. ഫുൾ ചെക്ക് ചെയ്താൽ 14,25,000 രൂപക്ക് നമുക്ക് NOC കൊടുക്കാം. അതെ. 14,25 NOC പ്രൈസ്. മാറണമെങ്കിൽ ഇതിനൊരു 1.65 ആ റേഞ്ചിൽ വരും. 1,65,000. അതെ. ഓക്കെ. അപ്പോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ടൊയോട്ട ഫോർച്യൂണർ ആണ്. ഇത് NOC എടുത്തോ എവിടെയെങ്കിലും? ഇല്ല, NOC എടുത്തില്ല. നമുക്ക് NOC അങ്ങോട്ട് എടുക്കാം. മോഡൽ ഏതാ? 2016 2 വീൽ ഓട്ടോമാറ്റിക് ആണ്.
2 വീൽ ഓട്ടോമാറ്റിക് 16 മോഡൽ. കിലോമീറ്റർ 1,86,000 കിലോമീറ്റർ ജനുവിൻ ഓട്ടോ. ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒരു റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഓക്കെ. ഇതിലെന്ന് വെച്ചാല് പിന്നെ എന്താ പറയാ സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പർ സർവീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം ടയേഴ്സ് എല്ലാ വണ്ടിക്കും എല്ലാം ഉണ്ട്. ടയേഴ്സ് ഇല്ലാത്തൊരു വണ്ടി ഒരു കമ്മി എവിടെ നമ്മൾ വരുത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാണ്? 16 നമുക്കിതൊരു ഓഫർ റേറ്റിലായിട്ട് നമുക്ക് 12,75,000 രൂപ കൊടുക്കാം. 16 വണ്ടി 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 12,75 NOC പ്രൈസ് മാറണമെങ്കിൽ ഒരു 2 രൂപന്റെ അടുത്ത് 2 ലക്ഷം വരെ കാണേണ്ടി വരും. ഓക്കെ. ഇത് ലാസ്റ്റ് ഷേപ്പാണ് 16. പിന്നെ ആ സമയത്ത് തന്നെ ന്യൂ ഷേപ്പ് നമുക്ക് കാണിക്കാനുണ്ട് വണ്ടി. അടുത്തത് ന്യൂ ഷേപ്പ് വന്നു ഫോർച്യൂണർ. ഏതാ മോഡല്? സെയിം 2016. 16 2 ഷേപ്പും കൂടെ. 2 ഷേപ്പ് ഉണ്ട്. അതെ അതെ. ഇതും 2 വീൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. പിന്നെ എങ്ങോട്ട് നമുക്ക് NOC എടുത്തിട്ടില്ല. 1,70,000 പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. 1,70 ഓടിയ 2016 2 വീൽ ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പിൽ വന്ന വാഹനമാണ്. ഒരു ക്ലെയിം ഇല്ല അല്ലേ? ഒരു ക്ലെയിം ഇല്ല. ക്ലാസ് പോലും മാറില്ല. പ്രൈസ് എങ്ങനെയാ? നമുക്കിതൊരു ഓഫർ പ്രൈസ് 19,10,000 രൂപ കൊടുക്കാം. നമുക്ക് 19,10 16 ന്യൂ ഷേപ്പ് ആണ് കിട്ടുന്നത്. അത് ഇനി കേട്ടോ, ഡൽഹിയിൽ ഇനി ഫോർച്യൂണർ ഈ വിലക്ക് കിട്ടാനില്ല. കാരണം ഞാൻ കസ്റ്റമർക്കൊക്കെ വേണ്ടിട്ട് വണ്ടി തപ്പിയിട്ട് ഒരു വണ്ടിയും കിട്ടാനില്ല. ഇത്രയും ടൈറ്റാ ഇത്രയും ടൈറ്റാ ഫോർച്യൂണർ. ഈ ഷേപ്പിന് തന്നെയാ മെയിൻ ആയിട്ട്. ന്യൂ ഷേപ്പ് വണ്ടി ഇല്ല. ഉണ്ട്, കൂടുതൽ ഓടിയ വണ്ടികളുണ്ട്. 2.5, 3, 4 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളൊക്കെ ഉണ്ട്. അല്ലാതെ ഇങ്ങനത്തെ ഒരു നല്ലൊരു വണ്ടി ഇപ്പൊ കിട്ടണില്ല. ഉള്ളിൽ നല്ല പ്രൈസാ. നല്ല പ്രൈസാ. ഇനി പുതിയ സ്റ്റോക്ക് വരുന്ന വണ്ടി ഒന്നും നമുക്ക് ഈ പ്രൈസിന് കൊടുക്കാൻ തന്നെ കഴിയില്ല. എത്ര പറയുമ്പോ? 19,10,000 രൂപ. 19,10 മാറണമെങ്കിൽ എത്ര വേണ്ടി വരും? ഇത് മാറണമെന്നുണ്ടെങ്കിൽ 2,10,000 രൂപന്റെ റേഞ്ചില്. എല്ലാത്തിനും മാക്സിമം ലോൺ കിട്ടൂലേ? ഫുള്ള് ലോൺ ഇടുന്ന വണ്ടിയാ. അപ്പുറത്തൊരു ഫോർച്യൂണർ എടുക്കുമ്പോ ഇപ്പുറത്തൊരു എന്താ വേണ്ടേ? ഒരു രാജാവ് കൂടി പാട്ടെ നിർബന്ധമാണ്. ആ സാധനം ഇവിടെ ഉണ്ട്. 2017 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 93,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ. എങ്ങോട്ടും NOC എടുത്തില്ല. 3.2 4x4 ഓട്ടോമാറ്റിക് പനോറമിക് സൺറൂഫ് വരുന്ന വണ്ടി. പക്കാ ക്വാളിറ്റിക്കാരൻ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ വണ്ടി. 2017 97,000 കിലോമീറ്റർ. 93,000. അതും റീസെന്റ് ഇവിടുന്ന് പെരിന്തൽമണ്ണ ലാസ്റ്റ് സർവീസ് എടുത്ത വണ്ടിയാണ്. ഫുൾ സർവീസ് ഉണ്ടോ? അതോ ഫുൾ 10 to 10 സർവീസിലുണ്ട്. 10 to 10 പോയിട്ടുണ്ട്. സർവീസ് പോയിട്ടുണ്ട്. അതെ. അപ്പൊ Endeavour ഉണ്ട് 3.2 ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 4x4 ഓട്ടോമാറ്റിക്. അതെ. പ്രൈസ് എങ്ങനെയുണ്ട്? ഇത് നമ്മളൊന്നൊരു ഓഫർ. ഇതുവരെ ഞങ്ങൾ ഈ വണ്ടിക്ക് 17 ലക്ഷം രൂപ തീർത്തും കിട്ടുന്ന നിർത്തി. അന്ന് നമ്മൾ ഓണം ഓഫറിൽ കൊടുത്തിട്ട് 16,75,000 രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 16.25 ലക്ഷം. ഈ 1 ലക്ഷം കിലോമീറ്ററിന്റെ താഴെ എത്ര ഒരു ക്വാളിറ്റി വന്ന് വണ്ടി കണ്ടിട്ട് ഇത്ര ഒരു ക്വാളിറ്റി വണ്ടി ഇതിന്റെ താഴെ എവിടെയും വണ്ടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും കുറച്ച് കൊടുക്കും. അതായത് 93,000 മാത്രമേ ഓടിയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഓൺഷിപ്പ്. ഒരു ക്ലെയിമും ഇല്ലാത്ത 100% ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. ഇനിയിപ്പോ NOC നിങ്ങളുടെ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുക്കാൻ പറ്റും. ഇത് നല്ല നമ്പർ ആയിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യം. അപ്പൊ താല്പര്യമുള്ള പോയിക്കോ. 16.25. ഒരു പ്രീമിയം ലുക്കിലും ഫീൽഡിൽ യാത്ര ചെയ്യണമെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എടുത്തത്. ഹോണ്ടയുടെ അക്കോർഡാണ്. ഇതും ഡൽഹിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് അല്ലേ? പക്ഷെ ഡൽഹിക്കാരൻ ഒരുപാട് വരുന്നുണ്ട്. ഇവൻ ഡൽഹിക്കാരനല്ല, ഇവൻ കാസർഗോട്ടുകാരനാണ്. കാഞ്ഞങ്ങാടുകാരനാണ്. കാഞ്ഞങ്ങാട് കേരള ഒറിജിനൽ കേരള. ഓട്ടോമാറ്റിക് വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. മോഡൽ ഏതാ? 2008 മോഡലാണ്. പുതിയ പേപ്പറാണ്. 23-28 വരെ ഫുൾ പേപ്പറാണ്. പുതിയ ഇൻഷുറൻസ് ആണ്. ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി ഓട്ടോമാറ്റിക് ആണ്. പെട്രോളാണ്. ഫുൾ ഓപ്ഷൻ. ഇനി ഇതിലെന്താ പറയാ, നമ്മളൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. ഒരു CNG ഉണ്ട് ഇതിനുള്ളിൽ ഫ്രീ. ഹോണ്ട അന്നത്തെ വണ്ടിയെല്ലാം പെട്രോൾ ഓട്ടോമാറ്റിക്. അതില് ഇപ്പൊ CNG ആഡ് ഓൺ ആയിട്ടുണ്ട്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? CNGക്ക് എന്തായാലും ഒരു 16 കിലോമീറ്റർ മൈലേജ് കിട്ടും. 16 കിട്ടുന്നുണ്ട്. അക്കോടെന്ന് വെച്ചാൽ അത്ര ഹെവി വണ്ടിയാണ്. ഹെവി വണ്ടിയാണ് അക്കോട്. ഹോണ്ടയുടെ ഒരു പ്രീമിയം കാറ്റഗറി തന്നെയാണ്. വണ്ടി ഓടിച്ച ആൾക്കാരുണ്ടല്ലോ, വേറെ വണ്ടി നമുക്ക് പോലെ എന്തൊരു ഓടിക്കാനൊക്കെ എന്തൊരു കംഫർട്ടാന്ന് പറയാം. പിന്നെ വേറെ എന്തുണ്ട്, പ്രീമിയം ആണെങ്കിൽ കൂടി ഹോണ്ടയാണ്. മെയിൻ്റെനൻസ് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു പേടി പേടിക്കണ്ട. ടയോട്ട നിൽക്കുന്നുണ്ടോ ഹോണ്ടയും നിൽക്കും. അതെ, അതാണ് അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ. നിലവിലെല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം ഫുൾ A to Z വർക്കിംഗ് ആണ്. ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ്. ഒന്നും പേടിക്കണ്ട, ക്വാളിറ്റിക്കാരൻ വണ്ടി. പ്രൈസ് എങ്ങനെ ഇപ്പോ? ഇത് സാധാരണ 2008-9 വണ്ടികളൊക്കെ ഇന്ന് കേരളത്തിലെ അതർ സ്റ്റേറ്റ് വണ്ടി വന്നാണ് നമ്പറാക്കി കൊടുക്കുന്നത്. അത്ര 3 ലക്ഷം മുതൽ 3.25 ലക്ഷം വരെയാണ്. വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. അത് അതർ സ്റ്റേറ്റ് വണ്ടി നമ്മൾ നമ്പറാക്കി കൊടുക്കുന്നത്.
ഈ ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി 87,000 90,000 കിലോമീറ്ററിന്റെ ചുറ്റിലെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് വരെ പക്ക ഒറിജിനൽ സാധനമാണ്. നമുക്ക് ഇന്നൊരു അടിപൊളി ഒരു ഓഫർ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇത് നമ്മളെ 3.5 ലക്ഷം റുപ്യ കൊടുക്കാം. 3.5 ലക്ഷത്തിന് ഒറിജിനൽ കേരള 28 വരെ പേപ്പർ ഉള്ള ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ അക്കോർഡാണ്. അക്കോർഡ്. അപ്പൊ താല്പര്യമുള്ളവർ നോക്കിക്കോ. എല്ലാവരും അക്കോർഡുള്ള എല്ലാവരും വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി. ഒറിജിനൽ കേരളക്കും അതർ സ്റ്റേറ്റ് വണ്ടിക്കും തമ്മിലുള്ള മാറ്റം നോക്കിയിട്ട് വന്നാൽ മതി. 3.5 ലക്ഷം 3.25 ലക്ഷം രൂപക്കാണ് നമ്പറാ വണ്ടി കൊടുക്കുന്നത്. കേരള വണ്ടി നമ്മൾ ഓണം ഓഫറിലാണ് നമ്മൾ കേരള വണ്ടി നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ താല്പര്യം നോക്കിയാൽ ലോണും കാര്യമൊന്നും കിട്ടൂല. അതെ അതെ അതെ. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്രയുടെ ജീപ്പാണ്. 3 ജീപ്പുകൾ അങ്ങനെ തന്നെ പറയാം. ഇത് 4x4 ആണ്. ഇത് 4x4 അറ്റത്ത് നിൽക്കുന്നത് 4x4 ആണ്. ഇത് 4x2 ആണ്. 4x2 ആണ് സെന്ററിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ജീപ്പിന്റെ ഡീറ്റെയിൽ പറയാം. എന്തെങ്കിലും ഡീറ്റെയിൽ പിൻ ടു പിൻ വർക്ക് എടുത്ത വണ്ടിയാണ്. 93 മോഡലാണ്. 4x4 ഒറിജിനൽ 4x4. ഓക്കെ, ഒരു വർക്ക് കൊടുക്കാനില്ല. ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് അങ്ങപ്പുറത്ത് കിടക്കുന്നത് 99 മോഡലാണ്. MDI. ഇത് DI 4x4. DI 4x4 93 മോഡൽ. പേപ്പർ എന്താ അവസ്ഥ? ഫുൾ പേപ്പർ 2028 വരെ 2030 വരെ ടാക്സ്, 2029 വരെ ഫിറ്റ്നസ്, ഇൻഷുറൻസ് പുതിയത്. ഹൈ റേഞ്ച് കാറുണ്ടെങ്കിൽ പക്കാ വണ്ടി. വേറെ ഒന്നും ചെയ്യാനല്ലേ? ഒന്നും ചെയ്യാല്ല. പ്രൈസ് എങ്ങനെയാ വരുന്നത്? 3,60,000 രൂപ. 3.60. ഓക്കെ, ഫുൾ പേപ്പർ ഫിറ്റ് ഫുൾ വർക്ക് എടുത്ത വണ്ടി കേട്ടോ. 2030 വരെ ടാക്സും 29 വരെ ഫിറ്റ്നസും ഉണ്ട്. പുതിയ ഇൻഷുറൻസും ഉണ്ട്. അപ്പൊ 3.5. അതെ, 3,60,000 രൂപ. 3.60 4x4. ടൂ വീലർ എത്ര ഉണ്ട്? ടൂ വീലിന് നമുക്ക് 3.4 കൊടുക്കാം. 99 MDI ആണ് വണ്ടി. 99 MDI ആണ്. 4+. അത് 93 ആണ് MDI. അത് ഇതിനാൽ കുറച്ചുകൂടി വർക്ക് കൂടുതൽ എടുത്ത വണ്ടിയാണ്. അലവിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒന്നുകൂടി സെറ്റപ്പ് ആക്കിയ വണ്ടിയാണ്. മൊഞ്ചനാക്കിയിട്ടുണ്ട്. അത് 4.4. കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതൽ വർക്ക് കൂടുതലാണ്. സെയിം വണ്ടിയാണ്. അതെ അതെ അതെ. അപ്പൊ താല്പര്യം നിങ്ങൾ വിളിച്ചോ. ജീപ്പിന്റെ മാർക്കറ്റ് നോക്കിയാൽ മതി. അതെ അതെ അതെ. കാരണം ഒരുപാട് വണ്ടികൾ നമ്മൾ ഇന്നോവ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഇന്നോവ നമ്മൾ 14 ഇന്നോവോളം നമ്മൾ സ്റ്റോക്ക് ഉണ്ട്. നേരത്തെ കാരണം നമുക്കൊരു വീഡിയോയിൽ ഒരു പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കാണിക്കണില്ല. ഇന്നോവയും ക്രിസ്റ്റ്യൻ സെഡ് ഓട്ടോമാറ്റിക്കലും G4ലും ഫോർച്യൂണറായിട്ട് ഒരുപാട് വണ്ടികൾ റീൽ കാണിച്ചു എല്ലാത്തിനും കാണാലോ. ഓക്കെ, അപ്പൊ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മലപ്പുറം ചീനിക്കലാണ് റോബോട്ടിക് കാർസിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ കോൺടാക്റ്റിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓഫർ വണ്ടികൾ കുറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.